UN ഒക്കെ എന്തിനാണ്? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങള് മതി, എല്ലാം സെറ്റാക്കാൻ ഞങ്ങള് മതി. ഞങ്ങള് 4 കപ്പലും 4 വിമാനവും ഫൈറ്റർ ജെറ്റ് ഒക്കെ ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാല് തീരാത്തതും ശരിയാവാത്തതായിട്ടുള്ള ഒരു പ്രശ്നവും ഇന്ന് ഈ ഭൂലോകത്തില്ല. ഇതായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇറാൻ വാറിലേക്ക് വന്നപ്പോ നിലപാട് മാറ്റി. അമേരിക്ക ഒറ്റയ്ക്കല്ല, അമേരിക്ക, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, UAE, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇറാനെതിരെ ഒരു പ്രമേയം കൊണ്ടുവരാൻ പോവാണ് ഈ സെക്യൂരിറ്റി കൗൺസിൽ എന്നുള്ളതാണ്. ആര്? എന്തിനാ യുഎന്നിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ ട്രംപാണ് യുഎന്നിന്റെ സഹായം ഇപ്പൊ തേടിയേക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതേ ഞങ്ങൾ ജയിച്ചു, ഞങ്ങളിതേ വാർ ജയിച്ചു, ഫുൾ വിക്ടറി ഞങ്ങൾക്കാണ്, ഫുൾ സെറ്റാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പൊ അവസാനം ചെന്നിട്ട് അണ്ണാ ഞങ്ങളൊന്ന് സഹായിക്കുക, കുറച്ച് കുറച്ച് ഒരു ഇറാനെതിരെ ചെറിയൊരു ഉപരോധം ഒന്ന് സഹായിക്കുന്നു പറഞ്ഞിട്ട് UN ഇപ്പൊ ചെന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ട്രംപിനെ ഇങ്ങനെ പ്രേരിപ്പിച്ചേ? UN ഒരു സഹായമൊക്കെ തേടിയിട്ട് അമേരിക്ക പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇല്ലേ, എന്താ അല്ലെ, ലോകത്തിലെ തേർഡ് വേൾഡ് രാജ്യങ്ങളാണ് UN ഇതുപോലെയൊക്കെ ചെന്നേ. ആ ഇസ്രായേൽ ഗസേനെ ആക്രമിച്ച സമയത്തെ ഇങ്ങനെ കുറെ പ്രമേയം കൊണ്ട് കുറെ രാജ്യങ്ങൾ ചെന്നതാണ്. അന്ന് അതിനൊക്കെ വീറ്റോ ചെയ്ത് വിട്ടു. ഓ നോ നോ മാറ്റർ, നോ നത്തിങ് എന്ന് പറഞ്ഞിട്ട് അതിനെല്ലാം വീറ്റോ ചെയ്ത് വിട്ടു. അവിടേക്കാണ് അണ്ണൻ ഇപ്പോ അണ്ണാ ഒന്ന് ശരിയാക്കി താണ്ണ, ഞങ്ങക്ക് ഒന്നും വരണ അണ്ണ, എന്തെങ്കിലും ഒരു വിട്ടറി താണ്ണ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ചെന്നേക്കുന്നേ. അതായത് ഈ ഒരു ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ്. മാത്രമല്ല ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നതും ഈ ഹോർമൂസിലൂടെയാണ്. എണ്ണയും അതേപോലെ തന്നെ ഗ്യാസ് അടക്കമുള്ള സാധനങ്ങള് ഒഴുകുന്ന ഒരു റൂട്ടാണ് ഹോർമൂസ് എന്ന് പറയുന്നത്. ഇതങ്ങ് ബ്ലോക്ക് ചെയ്തപ്പോ ആഗോള വ്യാപാരത്തിനെ തന്നെ, സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതില് ഈ കാര്യങ്ങളൊന്ന് നേരെ ആവണമെന്നുണ്ടെങ്കിൽ ചൈനയുടെയും റഷ്യയുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കില്ല. എന്നാൽ ഇവരോട് ഇത് നേരിട്ട് ചെന്ന് ഇവരോട് അങ്ങനെ സംസാരിച്ച് റെഡിയാക്കാൻ പറ്റുമോ? അതൊട്ട് ഇല്ലതാനും എന്നുള്ളതാണ്. അപ്പൊ UN വഴി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് യഥാർത്ഥത്തില് അമേരിക്ക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ കാണാം, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ലോകത്തിലെ എണ്ണയും പ്രകൃതിവാതകവും കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടൽ പാതകളിൽ ഒന്നാണ്. സമാധാന കാലത്ത് ലോകത്തിലെ ഏകദേശം 1/5 എണ്ണയും ഗ്യാസും ഇതിലൂടെ കടന്നു പോകുന്നു. അതിനാൽ ഇവിടെ പ്രശ്നമുണ്ടാവുമ്പോൾ എണ്ണവില കുത്തനെ ഉയരും, ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഭീഷണി ഉണ്ടാകും. ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇന്ധന പ്രതിസന്ധി വരികയും കൂടെ ചെയ്യും. അപ്പോ ഈ ഒരു സമയത്ത് എന്തിനാണ് UN ആശ്രയിച്ചേ? അതായത് ഡൊണാൾഡ് ട്രംപ് 2ാം തവണ പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്ക പലപ്പോഴും UN വിമർശിച്ചിരുന്നു. ട്രംപ് മുമ്പ് UN എന്തിനാണ് എന്ന് ചോദിക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. അമേരിക്ക തനിച്ച് പല അന്താരാഷ്ട്ര പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പൊ സ്ഥിതിഗതികളിൽ കുറച്ച് മാറ്റമുണ്ട്. അതായത് ഹോർമൂസ് പ്രതിസന്ധി ആഗോള വ്യാപാരത്തെ ബാധിക്കുന്നു. അമേരിക്കക്ക് അന്താരാഷ്ട്ര പിന്തുണ വേണം, പ്രത്യേകിച്ച് ചൈന, റഷ്യ പോലെയുള്ള രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ UN വേദി ഉപയോഗിക്കുക. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട മർമ്മമായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ട്രംപ് നേരിട്ട് എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടോ, ഇടനിലക്കാർ വഴിയുള്ള ചർച്ചകൾ നടത്തിയിട്ടോ, ബൈലാറ്ററൽ ടോക്കിലൂടെയോ റഷ്യനെയും ചൈനയെയും US ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പുടിൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് പറഞ്ഞത് ഇറാന് എന്ത് തരത്തിലുള്ള സഹായം നൽകുന്നതാണ് ലാസ്റ്റ് പറഞ്ഞത്. ചൈനയും അതേ നിലപാടിന് എടുക്കുന്നു. മാത്രമല്ല ചൈന ഇന്ന് എടുത്തിട്ടുള്ള ഒരു നിലപാട്, ചൈന ഇനി ഒരു തരത്തിലുള്ള വ്യാപാരം US ചെയ്യത്തില്ല എന്നുള്ള നിലപാടും കൂടെ ചൈന എടുത്തിട്ടുണ്ട്. ലോകത്തിലേക്ക് മൊബൈൽ ഫോൺ അടക്കം പലതിന്റെ റോ മെറ്റീരിയൽസ് അടക്കം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ചൈന എന്ന് ഓർക്കണം. അവര് US മൊത്തത്തില് തള്ളിയിട്ട് വ്യാപാരത്തിന് പോവാണ്. മാത്രമല്ല ഈ പ്രമേയത്തിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങള് ആ കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. ട്രംപ് അണ്ണനെ കൊണ്ട് ഈ ഒറ്റക്ക് പൊക്കിയാല് പൊങ്ങാത്ത ചില കാര്യങ്ങൾ ഹോർമൂസിലുണ്ട് എന്നുള്ളത്. ഒന്നാമത്തത്, കപ്പലുകൾക്കെതിരായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കണം. നമുക്കറിയാം സൗദി US ബേസ് കൊടുക്കൂല. അതായത്
പ്രൊജക്ട് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുള്ള പരിപാടിക്ക് സൗദി ഇനി ബേസ് കൊടുക്കത്തേ ഇല്ല. അപ്പോ ഈ പറയുന്ന ഇറാൻ വേറെ കപ്പലുകൾ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തടയിടാനുള്ള ഒരു തരത്തിലുള്ള മെക്കാനിസം അമേരിക്കക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഖത്തറും ബേസ് കൊടുത്തിട്ടില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ബേസുകളെല്ലാം തകർന്നു ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് അനധികൃത ടോള് ഈടാക്കുന്നത് നിർത്തുക. നിങ്ങൾ ടോൾ ഈടാക്കരുത്, അതാക്കരുത്, ഇതാക്കരുത്, അങ്ങനെ ചെയ്താൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള എന്താ പറയാ പല തരത്തിലുള്ള കാര്യങ്ങള് ട്രംപ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. വിടുവായത്തൊന്നും പറയാൻ പറ്റത്തില്ല, പല തരത്തിലുള്ള ഭീഷണികള് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇറാന്റെ പാർലമെന്റില് ഈ ഒരു സാധനം നിയമമാക്കി കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ നിയമമാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ലിറ്ററലി ആ ഹോർമൂസ് എന്ന് പറയുന്നത് ഇറാന്റെ ഒരു സ്വത്തായിട്ട് മാറും എന്നുള്ളതാണ്. ജോഗ്രഫിക്കൽ എക്സ്പാൻഷൻ ഈ വാറോട് കൂടെ ഇറാന് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകും. ഇതിനെ തടയിടാനും അമേരിക്കക്ക് പറ്റുന്നില്ല. അടുത്തത് കടലിൽ സ്ഥാപിച്ച മൈനുകളുടെ വിവരങ്ങൾ പുറത്തുവിടുക. കടലിൽ സ്ഥാപിച്ച മൈനുകളെ റിമൂവ് ചെയ്യാനല്ല പറയുന്നേ, കടലിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ എവിടെയാണ് ഒന്ന് പറഞ്ഞതാ, ഇതിൽ കൂടെ പോവാൻ പറ്റുന്നില്ല. ഇതാണ് സംഗതി. കടലിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ എവിടെ, ഏതൊക്കെ സ്ഥലത്ത്, എത്ര ആഴത്തിൽ ഇതിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാലല്ലേ ഈ ഈ സാധനം റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോർമൂസിലോട്ടാണെങ്കിൽ അമേരിക്കക്ക് കടക്കാനും പറ്റുന്നില്ല. കടന്ന അപ്പൊ ഇറാന്റെ ഈ കൊതുക് ബോട്ടുകൾ പോയിട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ UN വഴി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല സഹായ സാധനങ്ങൾ കടന്നു പോകാൻ മാനവിക ഇടനാഴി അനുവദിക്കുക. ഈ പറഞ്ഞ പോയിന്റിനോട് പേഴ്സണലി യോജിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതായത് 800ഓളം കപ്പലുകള് ഹോർമൂസിൽ കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര ദിവസം അവിടെ കിടക്കാനുള്ള കരുതൽ ശേഖരം മാത്രമേ അവർക്ക് അവിടെ ഉണ്ടാവുള്ളൂ അവരുടെ ഭക്ഷണത്തില്. അത് തീർന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർക്കുള്ള ഫുഡ് ആര് കൊടുക്കും? ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഈ കപ്പലിലൊക്കെ ജീവനക്കാരുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. എല്ലാത്തിനും നാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്, കപ്പലവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചാണോ എന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ ആരും ചെയ്യോ അതും അറിയത്തില്ല. അപ്പൊ ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണ്, അതെന്തായാലും കൊടുക്കേണ്ടതാണ്. ഇപ്പൊ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവർക്കുള്ള ഭക്ഷണം, അവരുടെ പാർപ്പിടം, അവരുടെ ആരോഗ്യം, ഈ സാധനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണെന്നുള്ളതാണ്. പിന്നെ ഇതൊന്നും തുടങ്ങിയത് ഇറാൻ അല്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ചൈനയും റഷ്യയും എന്ത് ചെയ്യും? മുൻ പ്രമേയം ചൈനയും റഷ്യയും വീറ്റോ ചെയ്തിരുന്നു. പുതിയ കരടിൽ സൈനിക നടപടി നേരിട്ട് പറയുന്ന ഭാഷ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വീറ്റോ ഒഴിവാക്കുമോ എന്ന് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. അതായത് ഇതിന് മുന്നേ UN കൊണ്ടുവന്നിട്ടുള്ള പ്രമേയം വീറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യയും ചൈനയും. റീസൺ ആയിട്ട് അന്നും ഇപ്പോഴും പറയുന്നൊരു കാര്യം, അതായത് നേരിട്ട് ഇറാനിലോട്ടുള്ള ഒരു UN സേന അടക്കം കൂടുന്ന തരത്തിലുള്ള ഒരു സൈനിക നടപടി, അങ്ങനെ ഒരു കാര്യം അന്ന് അതിനെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അതിനെ ഈ ചൈനയും അതേപോലെ തന്നെ റഷ്യയും വീറ്റോ ചെയ്തതെന്നുള്ളതാണ്. അപ്പൊ ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരം നടപടികളെ കുറിച്ചൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ചൈന ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇത് ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. അതായത് ഇവരിതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് എന്താണ് ഇവരുടെ സ്റ്റാൻഡ് എന്നുള്ളത്. പക്ഷെ UN പറഞ്ഞില്ലെങ്കിലും ഇവരുടെ സ്റ്റാൻഡ് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് ലോകത്തിന് അറിയുകയും ചെയ്യാം. അതായത് നിരുപാധികം ഇറാനെ പിന്തുണക്കുന്ന നിലപാടാണ് റഷ്യ എടുത്തിട്ടുള്ളത്, അതേപോലെ തന്നെ ചൈന എടുത്തിട്ടുള്ളത്. പഴയ സിൽക്ക് റൂട്ടിന്റെ ഇടനാഴിയൊക്കെ കണക്ട് ചെയ്തിട്ട് ചൈനക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഇറാൻ. അതേപോലെ തന്നെ കാസ്പിയൻ കടലിന്റെ നിയന്ത്രണം 2 രാജ്യങ്ങൾക്കാണ് ബേസിക്കലി. അത് ഒന്ന് ഇറാനും പിന്നെ ഒന്ന് റഷ്യയാണ്. ഉക്രൈനെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോണുകൾ വേണം. അത് എവിടുന്നേ കിട്ടുള്ളൂ? ഇറാനെ കിട്ടുള്ളൂ. ഇറാനെ കൈയൊഴിഞ്ഞിട്ടുള്ള തീരുമാനത്തിലേക്ക് റഷ്യ പോവാനും സാധ്യതയില്ല. അപ്പൊ ഇതെല്ലാം പറഞ്ഞു വരുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്തിനാ UN ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് അവസാനം കുടുങ്ങിയ തല ഒന്ന് വലിച്ചൂരാൻ വേണ്ടിയിട്ട് വീണ്ടും അപ്രോച്ച് ചെയ്യുന്നത് UN തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.